ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദുരന്തർ മൂവി പാർട്ട് 2 പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ദുരന്തർ ഫസ്റ്റ് പാർട്ട് ഞാൻ ദുരന്തർ ഫസ്റ്റ് പാർട്ട് കണ്ടിരുന്നു. ദുരന്തർ പാർട്ട് 1 കാണാത്ത ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൽ ദുരന്തർ പാർട്ട് 1 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എനിക്കൊന്നിപ്പം OTT പ്ലാറ്റ്ഫോംസിൽ അത് അവൈലബിൾ ആണ് ദുരന്തർ പാർട്ട് 1 എന്ന് വിശ്വസിക്കുന്നു. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ. അപ്പോൾ പാർട്ട് 1 തിയേറ്ററിൽ ഞാൻ തിയേറ്ററിലായിരുന്നു കണ്ടത്. അപ്പോൾ പാർട്ട് 1 തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കാരണം ദുരന്തർ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അടിപൊളിയായിട്ടുള്ളൊരു ഫീലായിരുന്നു നമുക്ക്. എനിക്ക് ബേസിക്കലി ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യം ഇതെൻ്റെ മാത്രം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ദുരന്തർ പാർട്ട് 1 തിയേറ്ററിൽ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് അതിൻ്റെ ഓരോ സ്റ്റോറീസ് അത് हिंदू बहुत ही डरपोक कौम है। पड़ोस में रहते हैं हम, कूदे भर का जोर लगा लो और बिगाड़ लो जो बिगाड़ सकते हो। हिंदू बहुत ही रहमान डकैत की मौत के बाद लियारी की सड़कों पर खौफो हरस का माहौल। कई मकामात पर फायरिंग और रॉकेट लॉन्चर के धमाके साफ सुनाई दिए जा रहे हैं। सबसे बड़ा सवाल, रहमान डकैत की मौत के बाद कौन बनेगा लियारी का बादशाह? അപ്പോൾ അത് കണ്ട് തീർന്നിട്ടില്ല. അപ്പം ഇപ്പം ഇതുവരെ കണ്ട വെച്ചിട്ട് ആ ഒരു നമുക്ക് സ്റ്റാർട്ടിങ് സീനൊക്കെ കാണിച്ചു. എനിക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും ആ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ടറി സീൻസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഓരോ സീനിൻ്റെ അകത്ത് നമുക്ക് കണ്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ഓരോ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലായിരുന്നു അവരെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. വയലൻസ് ആയിരുന്നു, എന്നാലും അത് ഓരോന്ന് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം ആ ഒരു ലെവലിലായിരുന്നു ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ട്രെയിലറിൻ്റെ ഇപ്പം ഓക്കെ ബാക്കി കണ്ടു നോക്കാം. ഇപ്പം ഇതുവരെ കണ്ടു വെച്ചിട്ട് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ജസ്റ്റ് ഒന്ന് കയറ്റി കൊണ്ട് വരുന്നുണ്ട്. ബാക്കി കണ്ടു നോക്കാം. लो क्यों रहा है लाले? तूने सुना नहीं? जहाँ दर्द है वहाँ मर्द है. ഇവനല്ലായിരുന്നു ട്രെയിലറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മൾ ആ കണ്ടേ അവനാണോന്നാണ് എനിക്ക് തോന്നിയത്. അവനാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആളാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. എനിക്കതാണ് മനസ്സിലായത്. സഞ്ജീവ് ബാബ സ്റ്റാർട്ടിങ് കൊള്ളാം. हिंदुस्तानी काफिर का सर काटकर मुशर्रफ के दस्तरखान पर रखा था मेजर इकबाल ने। खुदा कसम, अब एक और हिंदुस्तानी सर काटकर मुरीद के मीनार से लटकाऊंगा। हौसला, ईंधन, बदला। हौसला, ईंधन, बदला। Ladies and gentlemen, you are still not ready for this.
हिंदुस्तान तय करेगा। കറേജ് എന്തോ ഒരു ഐക്കോണിക് സാധനം അവിടെ ഇപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഡയലോഗ്. ശരിക്കും ഇപ്പം എന്നെ ബാക്കിയുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇതൊരു ഇപ്പം കണ്ടത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം സോഫ റൊമാൻസൊന്നും അങ്ങനെയൊന്നും എനിക്കൊന്ന് പാർട്ട് 1 അങ്ങനെ കുറച്ചിലുണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പം കണ്ടിട്ടില്ലാത്തതൊന്ന് കാണണേ, എന്നിട്ട് വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുക. എനിക്കൊന്ന് പാർട്ട് 1 കണ്ടതിനെ സംബന്ധിച്ച് കുറച്ചെല്ലാം റൊമാൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു എലമെന്റ് ഒന്നും കാണാനില്ല. ഒരു കംപ്ലീറ്റ് വയലൻസ് ആയിട്ടോ തോന്നുന്നു. അത് വേറെ ഏതോ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൊള്ളാം. ഈ മൂവിയുടെ ഡയറക്ടർ ആദിത്യ ഉറി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വന്നിട്ടുള്ളൊരു മൂവി എടുത്തിട്ടുണ്ട്. അതായിരുന്നു ആദിത്യ ദർ സാറിൻ്റെ അതായത് ആദ്യത്തെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടോറിയൽ. അത് കഴിഞ്ഞ ശേഷം ഇപ്പം ദുരന്തർ, ഇപ്പം എല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം ദുരന്തർ 2 വരാൻ പോവുകയാണ് മാർച്ച് 19th. എൻ്റെ മോനെ നല്ല കിട്ടിയ സമയത്ത് അതായത് ഇപ്പം ഇതുവരെ കണ്ടത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വയലൻസ് ഇല്ലാണ്ട് വേറൊന്നുമില്ല. ഇടയ്ക്കത്തെ സീനിലൊക്കെ റൺവീർ അടിച്ച് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ വിശേഷാനം. ഒരു ട്രെയിലറിന് ഇപ്പം ഇതുവരെ കണ്ടു വെച്ചിട്ട് വേറൊരു മൈൻഡ് ബ്ലോയിങ് ലെവലിലുള്ള ഫീൽ അല്ലേ. അതായത് കംപ്ലീറ്റ് വയലൻസ്. അതായത് എനിക്കൊന്ന് പാർട്ട് 1 ട്രെയിലറിനെ കാണിച്ചതിനേക്കാളും കൂടുതൽ വയലൻസ് ഇപ്പം ഇതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നും. നിങ്ങൾക്ക് അതേപോലത്തെ വയലൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട്. എനിക്കിതിപ്പോൾ കണ്ടിട്ട് വൻ വയലൻസിലാണ് ഇത് സാധനം ഇപ്പോൾ കൊണ്ടുവയ്ക്കുന്നതായിട്ട് തോന്നിയിരിക്കുന്നു. കൊള്ളാം കേട്ടാ. ബാക്കിയും കൂടെ കണ്ടു പോകാം. जरवारी साहब, आपने बतखें तो बड़ी सफेद पाल रखी है अपने फार्म हाउस में। या बटक्स आर रियली वाइट। നമ്മുടെ പാട്ടുകളിലിപ്പോൾ നമ്മുടെ മെയിനാണല്ലോ എല്ലാവരും. നമുക്ക് ലാസ്റ്റ് എന്തൊരു ചെറിയൊരു കോമഡികളോട് ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. നോക്കാം. ബുക്ക് നൗ ഫോർ മാർച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് തിയേറ്ററിൽ 19th മാർച്ച് അല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് 19th പടം കണ്ടു നോക്കാം. എങ്ങനെയുണ്ടോ നമുക്കറിയാം. ദുരന്തർ പാർട്ട് 2 ദ റിവെഞ്ച്. അപ്പോൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക, എൻ്റെ അഭിപ്രായം ഞാനും പറയാം. സോഫാർ ഇപ്പോൾ ട്രെയിലർ കണ്ട് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ്, അതായത് കംപ്ലീറ്റ് ഒരു വയലൻസ് ലെവലിലുള്ള ഫീൽ ഞാൻ പഠിച്ചിരിക്കുന്നു. എനിക്കൊന്ന് ഇടയ്ക്കൊരു ഇത് പറഞ്ഞിട്ടായിരുന്നു, പാർട്ട് 1 പാർട്ട് 2 ഭയങ്കര വയലൻസ് ആയിരിക്കും എന്നുള്ളത്. ഇങ്ങനെ എന്തോ ഇടയ്ക്കൊരു ടോക്ക് പോലെ ഇങ്ങനെ കേട്ടിരുന്നു. സോ പടം കണ്ടിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.